ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇപ്പം നല്ല മഴയല്ലേ, അപ്പോൾ മഴയത്ത് കുടിക്കാൻ പറ്റില്ല നല്ലൊരു ചൂടുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് സേമിയ കാച്ചിയത് എന്നോ അല്ലെങ്കിൽ ടോഫി സേമിയ പായസം എന്നോ എന്തും വേണ്ടിക്ക് പറയാട്ടെ, ഇതിന് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാമല്ലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ടോഫി സേമിയം കാച്ചിയത് അല്ലെങ്കിൽ ടോഫി സേമിയ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാനിലേക്ക് 2 പാക്കറ്റ് പാലാണ് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഈ ഒരു 2 പാക്കറ്റ് പാലിൻ്റെ കറക്റ്റ് അളവാണ് കേട്ടോ. ഒന്നും കൂട്ടവും കുറക്കും ഒന്നും വേണ്ട, തിക്നെസ്സൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഈ ഒരു പാലിലേക്ക് ഞാൻ 1 കപ്പ്, അതായത് 250 ml 1 കപ്പിൽ വെള്ളം അല്ലെങ്കിൽ നോർമൽ വലുപ്പമുള്ള 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. കാരണം നമ്മളിത് കാച്ചി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറും മൊത്തത്തിൽ പാല് മാത്രമാകുമ്പോൾ ആ ഒരു പാലിൻ്റെ ചുവ തന്നെ മുന്നിൽ നിൽക്കും, ആ ഒരു ഫ്ലേവർ. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല, കുടിക്കാൻ പെട്ടെന്ന് മടുപ്പ് വരുന്നൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ ആ ടേസ്റ്റൊക്കെ കൂടി ഒന്ന് ബാലൻസ് ആയിക്കോളും കേട്ടോ. അപ്പോൾ ഇത് മറക്കരുത് ഒഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പാല് മാത്രം ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് പാൽ അവിടെ നിന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള സേമിയ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യൊന്ന് മെൽട്ടായതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ വറുക്കാത്തതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്നവരെ വറുത്തെടുക്കണം. അപ്പോൾ വറുത്ത സേമിയ ആണെങ്കിലും കൂടി നമ്മളൊന്ന് നെയ്യിൽ നമ്മുടെ വകയൊന്ന് വറക്കുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ സേമിയ ഇതെല്ലാവർക്കും വറക്കാൻ അറിയുന്ന തന്നെയായിരിക്കില്ല. ഈ ഒരു കളറാകുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സേമിയ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സേമിയ റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഇതാ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം കുറച്ച് വെക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സേമിയയില്ലേ അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടല്ലേ വറുത്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ആ നെയ്യോട് കൂടിയിട്ട് തന്നെ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക കേട്ടോ, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സേമിയ ഏകദേശം ഒരു 70-75% വേവണം കേട്ടോ, ഒരു 1/4 വേവ് ആവട്ടെ. ആ ടൈമിൽ നമുക്ക് ഇതിലേക്കുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാവും, കാരണം ഓൾറെഡി നമ്മൾ റോസ്റ്റ് ചെയ്ത് സേമിയല്ലേ, വേവൊക്കെ പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ സേമിയ ഏകദേശം ഒരു 1/4 വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നമ്മൾ ഇനി വേറെ രീതിയിലും ചേർക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇത്ര കുറച്ച് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. ഇനി പഞ്ചസാരയൊക്കെ കൂടി ഒന്ന് മിക്സ് ആവട്ടെ, മെൽട്ടായിട്ട് മിക്സ് ആവട്ടെ. അപ്പോൾ ഞാൻ പാലവിടെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേറെ ബർണറിൽ ഇതുപോലൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിത് ടോഫി സേമിയം കാച്ചിയതല്ലേ ചെയ്യുന്നത്, അപ്പോൾ ടോഫി ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ടോഫി ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ കുക്കറിൽ ഏകദേശം 1 മണിക്കൂറൊക്കെ കുക്ക് ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടാസ്ക്കാണല്ലേ. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ട് ടോഫി ഉണ്ടാക്കുന്ന മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ 4 ടേബിൾ സ്പൂൺ അങ്ങനെ പഞ്ചസാര ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കില്ല നമ്മുടെ പാൻ്റെ എല്ലാ സൈഡിലും ആയിട്ട്. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പഞ്ചസാര ഒന്ന് നന്നായിട്ട് മെൽട്ടായി വരട്ടെ കേട്ടോ. ഇളക്കൊന്നും വേണ്ട, കുറച്ച് സമയം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് മൊത്തത്തിലൊന്ന് നനവ് തട്ടി മൊത്തത്തിലൊന്ന് മെൽട്ടായി തുടങ്ങും കേട്ടോ. എന്നിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പഞ്ചസാര കണ്ടില്ലേ മൊത്തത്തിൽ കാരമലായിട്ട് നല്ലൊരു ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത്രയും മതി, ഇതിലും ഓവർ ഡാർക്ക് ആക്കണ്ട കേട്ടോ, അപ്പോൾ ഭയങ്കരമായിട്ട് കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ ഇത്രയും ആയതിനു ശേഷം ഇതിലേക്ക് 1/3 കപ്പ് അളവിൽ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ടോഫി ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. ഇനിയിപ്പോൾ നല്ലോണം ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ടോഫി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ കുക്കറിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ എത്ര ടൈം വേണമല്ലേ, സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം എല്ലാം കൂടി നല്ലപോലെ ജോയിൻ ആയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ഫ്ലെയിം നന്നായിട്ട് ശ്രദ്ധിക്കണേ, കുറച്ച് വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഇവിടെ പാല് ഫ്ലെയിം കുറച്ച് അവിടെ വെച്ചിട്ടില്ലേനോ, അതിലേക്ക് ഡയറക്റ്റ് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പാനിലേക്ക് ഇതിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് മൊത്തത്തിൽ പാനിൽ ബാക്കിയാക്കണ്ട കേട്ടോ, ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുക.
അപ്പോൾ ഇത് ഇത്രയുള്ളൂ, നമ്മുടെ ടോഫി സേമിയയും കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറിലാണ് കേട്ടോ ഇതിൻ്റെ ഭംഗി. അപ്പോൾ ഇതിപ്പോൾ വീഡിയോയിലായതുകൊണ്ട് നിങ്ങൾക്ക് കളർ ശരിക്കും മനസ്സിലാവണമെന്നില്ല, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് തന്നെ 2 പിഞ്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സേമിയ പായസം അല്ലെങ്കിൽ സേമിയയും കാച്ചതിൻ്റെ തിക്നെസ് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവില്ല കേട്ടോ. കളറും ഒന്നും നിങ്ങൾക്ക് ഇപ്പോൾ ശരിക്കും മനസ്സിലാവില്ല. ഇതുപോലെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് നെയ്യിൽ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് വറുത്തെടുക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അണ്ടിപ്പരിപ്പും ബദാമും അങ്ങനെ ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ സെർവ് ചെയ്താൽ മതിയിട്ട്. ഒരു 10 മിനിറ്റ് ചുരുങ്ങിയത് എന്തായാലും ആവണം, എങ്കിലേ ഇതിൻ്റെ ആ ഒരു കറക്റ്റ് തിക്നെസ്സും കളറും ഒക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ശരിക്കും ആ ഒരു ഡാർക്ക് കളർ കാണാതെ പോലെ ഉണ്ടാവും. ഒന്നങ്ങ് സെറ്റായി കഴിഞ്ഞാൽ മൊത്തത്തിൽ സെറ്റ് ആയിക്കോളും. അപ്പോൾ ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ഞാൻ അടുപ്പ് തുറക്കുന്ന സമയത്ത് തന്നെ കണ്ടില്ല എന്ത് ഭംഗിയുള്ള കളറല്ലേ ടോഫി സേമിയ. നല്ല രസമാണ് കേട്ടോ. ശരിക്കും എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിൽ കാണുന്നതിലും കാണും കുറച്ചും കൂടി ഭംഗിയുണ്ട് തോന്നുന്നുണ്ട് നേരിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇളക്കുന്ന സമയത്ത് കണ്ടില്ല മൊത്തത്തിൽ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ സേമിയയും പാലും ഒക്കെ കിടപ്പുണ്ട്. ആ ഒരു തിക്നെസ്സൊക്കെ കറക്റ്റാണ് കേട്ടോ. ഈ ഒരു തിക്നെസ്സിലാണ് എപ്പോഴും നമ്മൾ ടോഫി സേമിയ ഉണ്ടാക്കുക. പൊതുവേ സേമിയ പായസം എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കാൻ പാടുള്ളൂ കേട്ടോ. എങ്കിലേ നല്ല കറക്റ്റ് നമുക്ക് ഒറ്റ വലിക്ക് കുടിക്കുന്ന ആ ഒരു ഫ്ലോ എന്ന് പറയുന്നില്ല, അതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടിലിപ്പോൾ മഴക്കാലത്ത് എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ എന്തായാലും നമ്മൾ ജ്യൂസൊന്നും ഉണ്ടാക്കില്ലല്ലോ. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ളൊരു വെറൈറ്റി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു സേമിയ കാച്ചിയത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഭയങ്കര സിമ്പിളല്ല, എല്ലാം നമ്മുടെ കിച്ചണിലെ ഐറ്റംസ് തന്നെയുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്